അടുത്തത് യൂസസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 5 മെയിനായിട്ടുള്ളത്. ഒന്ന്, ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ടു ഷെയർ ഹോൾഡേഴ്സ്. രണ്ടാമത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ടു ക്രെഡിറ്റേഴ്സ്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ടു മാനേജ്മെൻറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ടു എംപ്ലോയീസ് ആൻഡ് ട്രേഡ് യൂണിയൻ, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ടു ഗവൺമെൻറ്. അപ്പോൾ ഇത്രയാണുള്ളത് 5. അതിൽ ഫസ്റ്റത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ടു ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സിന് എങ്ങനെയത് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ, ഓണേഴ്സിന് ബിസിനസ്സിൽ എന്താ പറയുക, ഷെയർ ഹോൾഡേഴ്സിനാണെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്താ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് ആവശ്യത്തിനായിട്ടുള്ള റിട്ടേൺ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ മാത്രമേ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ കമ്പനീൻ്റെ പ്രോഫിറ്റബിലിറ്റി, കമ്പനീൻ്റെ വളർച്ച, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വേറൊരാളെ നമ്മൾ പാർട്ട്ണറായി കൂട്ടുകയെന്ന് വിചാരിച്ചു. അങ്ങനെ പാർട്ട്ണറായി കൂട്ടുമ്പോൾ നമ്മളെ ബിസിനസ്സിന് ലാഭം ഇല്ലെങ്കിൽ അയാൾ പൈസ നമ്മൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയില്ല. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് നടത്തുന്നത് അതുവഴി എന്താ, ബിസിനസ്സിന് ഭാവിയിൽ ഇപ്പോൾ പ്രോഫിറ്റ് ഉണ്ടോ, ഭാവിയിൽ പ്രോഫിറ്റ് ഉണ്ടോ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമുക്ക് തിരിച്ചു കിട്ടുമോ എന്നൊക്കെ നമുക്ക് എന്താക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് അത് ഷെയർ ഹോൾഡേഴ്സിന് എന്താ പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. പിന്നെ രണ്ടാമത് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ടു ക്രെഡിറ്റേഴ്സ്. രണ്ടാമത് ഇമ്പോർട്ടൻസ് ക്രെഡിറ്റേഴ്സിന് എങ്ങനെയാണ് നോക്കാം. ക്രെഡിറ്റേഴ്സിനാകുമ്പോൾ എന്താ, അവർക്ക് എന്താ സോൾവൻസിയും ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും അതുപോലെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ ആരാ, നമ്മൾ പൈസയ്ക്ക് കടം വാങ്ങുന്ന ആൾ, അതായത് നമുക്ക് കടം തരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാം, ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ അവർ നമുക്ക് പൈസ കടായിട്ട് തരുമ്പോൾ ആ കടം വീട്ടാനുള്ള കഴിവ് നമുക്ക് ഉണ്ടോ എന്നുള്ള കാര്യം അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് വഴി മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് സോൾവൻസി എന്ന് പറയാം. നമുക്ക് തിരിച്ച് ആ കടം വീട്ടാനുള്ള കഴിവ് നമുക്ക് ഉണ്ടോ. അതേപോലെ പെട്ടെന്ന് എന്തെങ്കിലും ക്യാഷിന് ആവശ്യം വന്നാൽ പെട്ടെന്ന് ക്യാഷിലേക്ക് മാറ്റാനുള്ള കറണ്ട് അസറ്റുകൾ ബിസിനസ്സിലുണ്ടോ, പ്രോഫിറ്റബിലിറ്റി ഇപ്പോൾ എങ്ങനെയാണ്, പ്രോഫിറ്റ് ഉണ്ടോ, ഫിനാൻഷ്യൽ സൗണ്ട്നെസ് എങ്ങനെയാണ്, നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും നഷ്ടം വരുമോ, നമ്മൾ കൊടുത്ത പൈസ നമുക്ക് തിരിച്ച് കിട്ടാതെ നിൽക്കുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്രെഡിറ്റേഴ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അനാലിസിസ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്, നെക്സ്റ്റ് മാനേജ്മെൻറ്റാണ്. അപ്പോൾ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ടു മാനേജ്മെൻറ്റിന് എങ്ങനെയാണെന്ന് വെച്ചാൽ, മാനേജ്മെൻറ്റ് എന്താ, ബിസിനസ്സിൻ്റെ ഓവറോൾ പെർഫോമൻസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ഇത് എന്ത് സഹായിക്കുക, നമ്മൾ റിസോഴ്സസൊക്കെ മാക്സിമം എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവ്ലി ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ടോ, ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ സൗണ്ട് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ചിട്ട് മാനേജേഴ്സിന് എന്താ ആവശ്യമായിട്ടുള്ള പ്ലാൻ ചെയ്യാനും, അതേപോലെ എന്തെങ്കിലും കോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും, പിന്നെ ആവശ്യമായിട്ടുള്ള നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനും മാനേജ്മെൻറ്റിന് എന്ത് സഹായിക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ അനാലിസിസ് സഹായിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ് ഒട്ടും പ്രോഫിറ്റ് ഇല്ലാത്ത പ്രൊഡക്റ്റൊക്കെ ആണെങ്കിൽ അത് വിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനെങ്കിലും നമ്മളെന്താ ചെയ്യുക, അത് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ വേണ്ടാന്ന് വെക്കേണ്ടി വരും. പിന്നെ എവിടെയാണ് ബ്രാഞ്ച് കണ്ടത്, എംപ്ലോയീസ് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, മാനേജ്മെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ അനാലിസിസ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ടു എംപ്ലോയീസ് ആൻഡ് ട്രേഡ് യൂണിയൻ. ഇപ്പം നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ എംപ്ലോയീസിന് എന്താണ് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അനാലിസിസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്താ, അങ്ങനെ നല്ല പ്രോഫിറ്റും നല്ലോണം ഉള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്താൽ മാത്രമേ എന്ത് തരുള്ളൂ, നമുക്ക് നമ്മളെ സാലറിയിൽ ബെറ്റർ ആയിട്ടുള്ള എന്താ റെമ്യൂണറേഷനും ജോബ് സെക്യൂരിറ്റിയും ബെറ്റർ വർക്കിംഗ് കണ്ടീഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള വെൽഫെയർ കിട്ടുള്ളൂ. ഇപ്പോൾ തീരെ ഒരു പ്രോഫിറ്റ് ഇല്ലാത്തൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്താൽ പിന്നെ അവരെ സാലറി ഭാവിയിൽ ഇൻക്രീസ് ആവുമോ. ഇപ്പോൾ ഏത് നിമിഷവും അടച്ചുപൂട്ടുന്നൊരു സ്ഥാപനമാണെങ്കിൽ അവർക്ക് ജോബിന് എന്തെങ്കിലും സെക്യൂരിറ്റി ഉണ്ടാവുമോ. കുറച്ച് കാലം കഴിയുമ്പോൾ ആ സ്ഥാപനം അടച്ചുപൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് തുടർന്ന് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നല്ല പ്രോഫിറ്റുള്ള സ്ഥാപനമാണ്, ഭാവിയിലേക്ക് അത് നല്ല വളർച്ച ഉണ്ടാവും, നമുക്ക് സാലറി ഇൻക്രിമെൻറ്റ് ഉണ്ടാവും, അങ്ങനത്തെ സ്ഥാപനത്തിലാണ് എല്ലാവർക്കും വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തുന്ന വഴി എംപ്ലോയീസിന് എന്താ കമ്പനീൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ടു ഗവൺമെൻറ്റിന് ഇതെങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കുക. ഗവൺമെൻറ്റിന് എന്താ, നാഷണൽ പ്ലാൻസ് ഉണ്ടാക്കാനും ബഡ്ജറ്റ് ഉണ്ടാക്കാനും ഒക്കെ ഇത് സഹായിക്കും. അതായത് ടാക്സ് പോളിസീസ്, മോണിറ്ററി പോളിസി, അങ്ങനെ കുറേ പോളിസി ഉണ്ട് ഗവൺമെൻറ്റിന്. അപ്പോൾ നല്ല രീതിയിൽ ബിസിനസ് പ്രോഫിറ്റ് ആണെങ്കിലാണ് നല്ല ടാക്സ് ആ കമ്പനി അടയ്ക്കുന്നുണ്ട്. ഗവൺമെൻറ്റിലേക്ക് എല്ലാ കമ്പനിക്കാരും എന്താ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ടാക്സ് പ്രോപ്പറായിട്ട് ഗവൺമെൻറ്റിന് കിട്ടുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അനാലിസിസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫിനാൻഷ്യൽ അനാലിസിസിൻ്റെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ
യൂസസ് എന്ന് പറയാം. അപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസ് നമ്മൾ ലിക്വിഡിറ്റി പൊസിഷനും സോൾവൻസി പൊസിഷനും ക്രെഡിറ്റ് പോളിസിയും അതേപോലെ വർക്കിംഗ് ക്യാപിറ്റലും എല്ലാം ആക്കാൻ വേണ്ടിയിട്ട് എന്താ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ അനാലിസിസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ബെനിഫിറ്റ് ഓഫ് ഓൾ പാർട്ടീസ്. അല്ലേ, ഒരു ബിസിനസ് ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ പാർട്ടീസിനും ഒരുപോലെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലിമിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണ്. 5 ലിമിറ്റേഷൻസ് ആണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അത് നോക്ക്, ഫസ്റ്റത്തെ നോക്ക്, സഫേഴ്സ് ഫ്രം ലിമിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സഫർ ഫ്രം എ നമ്പർ ഓഫ് വീക്ക്നെസ്, ഹെൻസ് അനാലിസിസ് ഡിപ്പെൻഡ് അപ്പോൺ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓൾസോ സഫർ ഫ്രം എ നമ്പർ ഓഫ് വീക്ക്നെസ്. അതായത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് ആണല്ലോ പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് വെച്ചാൽ എന്താ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ്, വിശകലനം കൊടുക്കുന്നതിനാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയുക, അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നടത്തുന്ന അനാലിസിസിലും എന്താണ് ആ ലിമിറ്റേഷൻ ഉണ്ടാവും. പിന്നെ ഇഗ്നോർ പ്രൈസ് ലെവൽ ചേഞ്ചസ്. നമ്മൾ പറഞ്ഞ എപ്പോഴും എന്താ, നമ്മൾ ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് ഫിഗേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ എന്താ, കറൻ്റ് ആയിട്ടുള്ള എൻ്റർപ്രൈസിൻ്റെ വർത്ത് കിട്ടില്ല. ആ പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ അത് ചെയ്തപ്പോൾ എത്രയാണോ ഉണ്ടായിരുന്നത് ആ മാർക്കറ്റ് വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ ഗോൾഡിൻ്റെ കാര്യമൊക്കെയാണെങ്കിൽ നമ്മൾ വാങ്ങുമ്പോഴുള്ള റേറ്റ് ആണോ അത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നില്ല, അതേപോലെ ഇത് കൂടിയാലും കുറഞ്ഞാലും നമുക്ക് അതിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഇഗ്നോർസ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ്. അതായത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ഇഗ്നോർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പെർഫോമൻസ് ഇവാലുവേറ്റ് എങ്ങനെയാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് മാത്രം നോക്കിയിട്ടാണ്, അല്ലാതെ ക്വാളിറ്റേറ്റീവ് നോക്കില്ല. അതായത് സ്കില്ലോ ടെക്നിക്കൽ നോളജോ എഫിഷ്യൻസിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കില്ല. നമ്മളിപ്പോൾ എംപ്ലോയീസിൻ്റെ ഒക്കെ എങ്ങനെ നമ്മൾ മെഷർ ചെയ്യുക, നമ്മൾ ഇത്രയും വർക്ക് കൊടുക്കും, അത്രയും വർക്ക് ആ സമയത്തിനുള്ളിൽ അവർ ചെയ്ത് കഴിഞ്ഞോ ഇല്ലയോ നോക്കും, എന്നിട്ടാണ് അവർ എഫിഷ്യൻ്റ് ആണോ അല്ലയോ നോക്കുക. അല്ലാതെ എംപ്ലോയീസിന് നല്ല ബിഹേവിയർ ഉള്ള എംപ്ലോയീസാണ്, നല്ല സ്വഭാവമുള്ള ആളാണ്, നല്ല വൃത്തിയിലാണ് വർക്ക് ചെയ്യുന്നത്, നല്ല നീറ്റ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളെന്താ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഗുണങ്ങളൊന്നും നമ്മൾ നോക്കില്ല. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന ആ ക്വാണ്ടിറ്റി, ഇപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഫാക്ടറിയിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ 100 സോപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ആ 100 സോപ്പ് അയാൾ ഉണ്ടാക്കിയോ ഇല്ലയോ എന്നാണ് നോക്കുക. അല്ലാണ്ട് അയാളെ ബിഹേവിയറോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്താ ചെയ്യില്ല, നമ്മൾ നോക്കില്ല. പിന്നെ സ്പോട്സ് ദ സിംറ്റംസ് ബട്ട് നോട്ട് ഡയഗ്നൈസ്. അതായത് എന്തൊക്കെയാണ് വീക്ക്നെസ് മാത്രമാണ് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള വീക്ക്നെസ് എന്താണ്, അതിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്താണ് നമുക്ക് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ പറ്റും. അതിനുള്ള പ്രശ്നങ്ങളോ പരിഹാരങ്ങളോ ഒന്നും നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിനെ കൊണ്ട് സാധിക്കില്ല. പിന്നെ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. അതായത് ഇത് ഉണ്ടാക്കുന്ന ആളുണ്ടാവുമല്ലോ, അയാളെ അനുസരിച്ചിട്ട് എന്താണ് ഈ ഒപ്പീനിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അനലിസ്റ്റിൻ്റെ അനുസരിച്ചിട്ട്. അതായത് ഇൻഫ്ലുവൻസ് ഓഫ് പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ഓഫ് അനലിസ്റ്റ് എഫക്റ്റ് ദ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ദർ ഈസ് സ്കോപ്പ് ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് ഒപ്പീനിയൻ വിത്ത് റിഗാർഡ് ടു ഡെബിറ്റ്, അസറ്റ് ആൻഡ് പ്രോഫിറ്റ്. അതായത് ഇയാൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് പേഴ്സണൽ ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് അയാളെ സ്വന്തമായിട്ടുള്ള തീരുമാനം, ഇപ്പം അയാളൊരു വേറൊരു കമ്പനീനെ ഫേവർ ചെയ്തിട്ട് ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ അയാൾക്ക് ഉണ്ടാക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിലും എന്ത് ചെയ്യുക, അയാൾ കൊടുക്കുന്ന റിപ്പോർട്ടിലും എന്തെങ്കിലും മാനിപ്പുലേഷൻസ്, എന്തെങ്കിലും കൃത്രിമത്വം വരുത്തുക. അതേപോലെ നമ്മളെ കടബാധ്യതയെ കുറിച്ചും പ്രോഫിറ്റിനെ കുറിച്ചൊക്കെ അയാൾക്ക് വേണമെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഇത്ര പ്രോഫിറ്റേ ഉള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അയാളെ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് പ്രകാരം എന്താ നമ്മൾ ഉണ്ടാക്കുന്ന ഈ അനാലിസിസിലും ഉണ്ടായി വരും, മാറ്റം ഉണ്ടാവും. ഇത്രയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്.